ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായന പുറപ്പാട് പുസ്തകം 24 അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗമാണ്. ദൈവത്തോടുള്ള ഉടമ്പടി, അനുസരണം, ആരാധന എന്നിവയുടെ മഹത്വം ഈ വചനഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വചന ശ്രവണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതവും ഞങ്ങളുടെ ജീവനും ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായിട്ട് നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് വായിക്കുന്ന ഈ തിരുവചനത്തിലൂടെ അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ വചനത്തോട് അനുസരണയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിച്ച് അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 24 അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം. അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരെ നിന്ന് നമസ്കരിക്കുവിൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ, അവർ അടുത്തു വരരുത്. ജനം അവനോടുകൂടെ കയറി വരികയുമരുത് എന്ന് കൽപ്പിച്ചു. എന്നാൽ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏകശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്തെ എഴുന്നേറ്റു. പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 തൂണും പണിതു. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ച് അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ ദൈവം മോശയെ മലമുകളിലേക്ക് വിളിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവസന്നിധിയിലേക്ക് എല്ലാവരും ഒരേ രീതിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവരെ അവിടുത്തെ സന്നിധിയിലേക്ക് ക്ഷണിച്ചു. ഈ വചനത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോശ ദൈവത്തിൻ്റെ വചനങ്ങൾ ജനങ്ങളെ അറിയിച്ചപ്പോൾ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, യഹോവ കൽപ്പിച്ച സകല വചനങ്ങളും ഞങ്ങൾ അനുസരിക്കും. ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുകയും വേണം. മോശ യാഗപീഠം പണിതതും യാഗങ്ങൾ അർപ്പിച്ചതും ദൈവത്തോടുള്ള സമർപ്പണത്തെയും ആരാധനയെയും സൂചിപ്പിക്കുന്നു. ദൈവവുമായുള്ള ബന്ധം വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം പ്രകടമാകണം എന്ന സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും ദൈവവചനം കേൾക്കുവാൻ നമുക്കിഷ്ടമാണ്. എന്നാൽ അതനുസരിച്ച് ജീവിക്കുക ചിലപ്പോൾ പ്രയാസമായി തോന്നാം. എങ്കിലും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുസരണയുള്ള ഹൃദയമാണ്. ദൈവം പറയുന്നത് മനസ്സിലാക്കി അതനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും. കുടുംബത്തിലും ജോലിയിലും ശുശ്രൂഷയിലും ബന്ധങ്ങളിലും ദൈവഹിതം അന്വേഷിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാകണം. ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ
ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനുസരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഇന്നത്തെ തിരുവചന സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനങ്ങൾ കേൾക്കുക മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. മോശയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും അനുസരണ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുമാറാകണമേ. അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയുവാനും അതിൽ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജോലിക്കായി പോകുന്നവരെയും പഠനത്തിനായി പുറപ്പെടുന്നവരെയും രോഗികളെയും വേദനിക്കുന്നവരെയും കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകമായി തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും ആരോഗ്യവും സന്തോഷവും ആത്മീയ വളർച്ചയും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണ ഞങ്ങളെ വഴി നടത്തുമാറാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ.